വീടിനുള്ളിൽ കടന്നു കയറി വീട്ടമ്മയെ ബലം പ്രയോഗിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്ത പുരുഷ സുഹൃത്ത്. എന്താണ് ഇവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ? ദാരുണമായ ഒരു കൊലപാതകവും ആത്മഹത്യയും ചെയ്യേണ്ടി വന്ന ദുരൂഹത നിറഞ്ഞ ഒരു വാർത്തയിലേക്ക്. തിങ്കളാഴ്ച ഒരു 6:30 ഈ സംഭവം ഞാൻ അറിയുന്നത്. അപ്പോൾ തന്നെ നേരിട്ട് സംഭവ സ്ഥലത്തേക്ക് പോയി. അപ്പോഴാണ് അറിയുന്നത് തീ കൊളുത്തി 2 പേര്, നമ്മുടെ വാർഡിൽ തന്നെയുള്ള 2 പേരാണ്, സിബി, ബിജു എന്ന് പറയുന്ന 2 പേര് തീ കൊളുത്തി മരിച്ചതായിട്ട് അറിഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ബാക്കി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇന്നലെ 2 പേരുടെയും അടക്കം കഴിഞ്ഞു. ഈ മരിക്കപ്പെട്ട 2 പേരെയും നേരിട്ട് അറിയാവുന്നതാണ്? അറിയാവുന്നവരാണ്. സാമ്പത്തിക സംവിധാനത്തിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. മദ്യപാനം ചെറുതായിട്ട് ആരംഭിച്ചു. വീട്ടിൽ പിതാവ് മരണപ്പെട്ട് ഒരുപാട് നാളായി. പ്രായമായ മാതാവേ ഉള്ളായിരുന്നു. അപ്പം വീട്ടിൽ സാമ്പത്തിക ചുറ്റുപാടുണ്ടെന്ന് കണ്ടുകൊണ്ട് ബന്ധുക്കളായ മറ്റു ആളുകളൊന്നും വലുതായിട്ട് നിയന്ത്രണത്തിനില്ലാത്ത വന്നപ്പോൾ പാർട്ടിയിലുള്ള സാമൂഹിക വിരുദ്ധർ എല്ലാം പിന്നിൽ അണിനിരന്നു. മദ്യപാനം കൂടിയപ്പോൾ അതിൻ്റെ ഫലമായി കോളനികളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ കടന്നു ചെല്ലാൻ അവസരം കിട്ടി. പഞ്ചായത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തടിക്കാട് വാർഡിൽ നിന്ന് ജയിച്ച, റിസർവേഷനിൽ ജയിച്ച മെമ്പർക്ക് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങിയപ്പോൾ ഈ മരണപ്പെട്ട പെൺകുട്ടിയും ഈ ബിജുവും തമ്മിൽ ഒന്നിച്ചൊരു സ്കൂളായിട്ട് പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെ പോയതിൻ്റെ ഫലമായി ഇവർ തമ്മിൽ വളരെ മാനസികമായിട്ട് വളരെ അടുപ്പത്തിലുമായി എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് ഈ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തു വന്നാലും പാർട്ടിക്കാർ സഹായിക്കുമെന്നുള്ള നിലയിൽ വന്നു. ഇടയ്ക്കൊരു പെണ്ണ് കേസിൽ പുള്ളി അകപ്പെട്ടു. അഞ്ചൽ പോലീസ് ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തു. കേസ് ചാർജ് ചെയ്തില്ലെന്ന എൻ്റെ അറിവ്. പാർട്ടിക്കാരുടെ തൊട്ട് മധ്യസ്ഥയായി. അത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് 1 വർഷം ആയിട്ടില്ല. അത് കഴിഞ്ഞ് ഇതിനിടയിൽ മാതാവ് മരിക്കുന്നു. ഇത് കഴിഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി പാർട്ടി പ്രവർത്തനം സജീവമായപ്പോൾ ഇതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പം ലാസ്റ്റിൽ ഈ ദുഃഖവാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. മരിച്ച ബിജുവിന് പിന്നെ ഭാര്യയും കുഞ്ഞുങ്ങളുമുണ്ട്. മരിച്ച ബിജുവിന് മലപ്പുറത്താണ് ഭാര്യയുടെ സ്ഥലം. ആ ഭാര്യയിൽ 2 മക്കളുണ്ട്, 2 ആൺപിള്ളേരാണ്. ഈ 2 പയ്യന്മാരെയും ഈ പിതാവും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. പിന്നെ സുഖമില്ലാത്തൊരു സഹോദരി ആ വീട്ടിലുണ്ട്. അപ്പം ഈ പാർട്ടിക്കാർ ഇതിനകത്ത് ഇപ്പം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ശ്മശാനം തരിക്കാട് ജുമാ മസ്ജിദിൽ അടക്കം ചെയ്യുന്ന സന്ദർഭത്തിലായപ്പോഴത്തേക്കും വീട്ടിൽ നിന്നും ജനാസ കൊണ്ടുവരാൻ സമയമായപ്പോൾ ഒരു പാർട്ടിക്കാരുമില്ല, ഒരു IT IT സെല്ലുമില്ല, ഒന്നുമില്ല. ഇപ്പം നാട്ടിൽ ചർച്ച ഇതാണ് അനുഭവം എന്നാണ് വരുന്നത്. പൊതുവെയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കുറേ അടുപ്പമായിരുന്നു. ഇതിൽ ഈ ഭർത്താവിന് അമർഷമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നേരത്തെ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ. ഭർത്താവ് ഇതിനെ തുടർന്നാണ് നിരന്തരമായി ഈ സ്ത്രീയുടെ വീട്ടിൽ ബിജു ഒരു സന്ദർശകനായിരുന്നു. പാർട്ടിക്കാരാണ്, ഒരു പ്രവർത്തകനാണ്, ഒരു യൂണിറ്റിലെ പ്രവർത്തകനാണ്, ഒരു ബ്രാഞ്ച് കമ്മിറ്റിയാണ്. ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു CPMൻ്റെ ബിജു. അപ്പം കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി, കൂടുതൽ അടുക്കാൻ അവസരം കിട്ടി. പാർട്ടി ഓഫീസ് തൊട്ടടുത്താണ്. കരുതി കൂട്ടി ആ സ്ത്രീയെ കൊല്ലുവാൻ വേണ്ടിയുള്ള യാത്രയാണ് അവിടെ ചെന്ന് എത്തിച്ചേർന്നതെന്നുള്ളത് ഇവർ രണ്ടും കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നാണ് എനിക്ക് ഊഹിച്ചെടുക്കുന്നത്. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ പെണ്ണിനും ഭർത്താവുമായിട്ട് അത്ര അകൽച്ചയിലായിരുന്നു. ഭർത്താവ് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും പിണങ്ങി ഗൾഫിൽ പോയത്. ഇവനും ഈ ഭാര്യയും തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമുണ്ടെന്നുള്ള സംശയം അവനുണ്ട് എന്നാണ് അന്ന് ആ സംഭവ ദിവസം ഒരു 5:30 മണി വരെ ഇവിടെ തടിക്കാട് പുളിമുക്കിലും ഈ ജംഗ്ഷനിലൊക്കെ ഉണ്ടായിരുന്നു പലരും അറിയുന്നു. 5:30ക്ക് ശേഷം ഈ തടിക്കാട് പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ച് കൊണ്ടുപോകുന്നതായിട്ട് കണ്ടതായിട്ട് 1-2 പേര് പറഞ്ഞു. അന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ പൊതു സംഭാഷണത്തിൽ വന്നതാണ്. ഈ ബിജു എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. നല്ല മിടുക്കനായിരുന്നു. അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ ചെയർമാനായിരുന്നു ഒരു കാലഘട്ടത്തിന്. KC പഠിക്കാൻ മിടുക്കനായിരുന്നു. കുടുംബപരമായും സാമ്പത്തികപരമായും നല്ല നിലയിൽ പോകുന്ന ബിജുവിൻ്റെ കുഴപ്പം പറ്റിയത് ആ വീട്ടിൽ അവനെ നയിക്കാൻ ആളില്ലാതെ പോയി. കാരണം ചെറുപ്പത്തിലെ അവൻ്റെ ഫാദർ മരണപ്പെട്ടു പോയി. പിന്നെ ജ്യേഷ്ഠന്മാർ 2 പേരും പല വഴിക്കായിപ്പോയി. ധാരാളം പൈസയും കയ്യിലുണ്ട്. അവനെ
നയിക്കാനും ആളില്ല, നേർവഴിക്ക് കൊണ്ടുപോകാനും ആളില്ലാതെ പറ്റിപ്പോയതാണിത്. അങ്ങനെ ഇരിക്കൽ അവന് എറണാകുളത്തൊരു ഹോസ്പിറ്റല്, നമ്മുടെ കെട്ടിടത്തിൽ സുലൈമാൻ അവർ ഒരു ജോലി വാങ്ങിക്കൊടുത്തതാണ് ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കുട്ടിയായിട്ട് പരിചയപ്പെട്ട് മലപ്പുറത്തുള്ള കല്യാണം കഴിച്ചു. ഇവിടെ കൊണ്ട് നല്ല ഒരു കുട്ടിയാണ്, കുടുംബം നോക്കുന്ന, അവനെ സ്നേഹിക്കുന്ന. അതിൽ 2 കുട്ടികളുണ്ട്, മിടുക്കന്മാരായ 2 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇവൻ രാഷ്ട്രീയത്തിലിറങ്ങി. ഇങ്ങനെ പല പാർട്ടികളും ഇങ്ങനെ മാറിപ്പോയി. ലാസ്റ്റ് ഒരു പാർട്ടിയിൽ ചെന്ന് അവൻ ഇതേപോലെ ഓരോരോ മദ്യപാനം തുടങ്ങി. പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മരിക്കപ്പെട്ട സിബിയിലേക്ക് എങ്ങനെയാണ് സിബിയിലേക്ക് തന്നെ? സിബിയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. സിബിക്ക് പല പൈസ ഏർപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഈ പെണ്ണുമായിട്ട് അടുപ്പത്തിലായി എന്നും പോക്കും വരവൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ സിബിയുടെ ഭർത്താവ് ഇവിടെ വന്നു. അന്ന് വലിയ വിഷയമൊക്കെ ആയി. അന്നേരം ഈ ഭർത്താവ് മൊത്തം പൈസ ഈ ഭാര്യയുടെ പേർക്കാണ് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവൻ ചോദ്യം ചെയ്തപ്പോൾ ഈ ബിജു 3 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയുന്നു. നമ്മൾ ഇത് കേട്ടറിവേ ഉള്ളു, നമുക്കറിയത്തില്ല. 3 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ 5 പോലീസ് സ്റ്റേഷനിൽ കേസായി. ഇവനെ കൊണ്ട് എഗ്രിമെൻ്റ് ചെയ്യിപ്പിച്ചെന്ന് പറയും. പൈസ തിരികെ കൊടുക്കാമെന്ന ഉറപ്പിന്മേൽ അദ്ദേഹം തിരിച്ച് ഭർത്താവ് ഗൾഫിൽ പോവുകയും ചെയ്തു. ക്യാമറയൊക്കെ വെച്ച് പോവുകയും ചെയ്തു. അത് ഈ അടുത്ത ദിവസങ്ങളിൽ കൊടുക്കാമെന്നാണ് കൊടുക്കാന്നുള്ള. അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? അതിനിടയ്ക്ക് ഇവനെ നിരന്തരം ഇതേപോലെ പൈസ വേണമെന്ന് പറഞ്ഞ് ഇവനെ കൊടുക്കാൻ പിന്നെ നിവൃത്തിയില്ല. ഇവനെ എല്ലാം അടച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവൻ നല്ലൊരു പയ്യനായിരുന്നെങ്കിൽ അവരെ കുടുംബക്കാർ തന്നെ സഹായിക്കും എന്ന് യാതൊരു സംശയമില്ലായിരുന്നു. ഇവൻ ഇതേപോലെ ഈ പറഞ്ഞ വഴിവിട്ട ബന്ധങ്ങൾ, മദ്യപാനം, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കുടുംബക്കാരൊക്കെ പിന്നെ തിരിഞ്ഞു നോക്കാതായി. അതാണ് പറ്റിയത്. അല്ലാതെ ഇതിൽ വേറൊന്നുമല്ല. ഈ ബന്ധം നാട്ടുകാർക്ക് നേരത്തെ അറിയാം. നാട്ടുകാർക്ക് ഈ അടുത്ത സമയം കുറച്ച് പേർക്കൊക്കെ, മൊത്തം പേർക്കും അറിയത്തില്ല, പാർട്ടിക്കാർക്കൊക്കെ അറിയാം. ഇതേപോലെ 5 പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എഗ്രിമെൻ്റ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു. ഇതേപോലെ ഇന്ന ദിവസം കൊടുക്കാമെന്നും നമുക്കറിയത്തില്ല, എങ്ങനെ പറഞ്ഞതാണ്, പറഞ്ഞ് കേട്ടറിവേ ഉള്ളൂ. അങ്ങനെ ഇവൻ ഇതേപോലെ ഇവൻ പെട്രോൾ 11 മണിക്കാണ്ട് ഇവിടെ നിന്ന് വാങ്ങി വെച്ചിരുന്നു. രാവിലെ മീനൊക്കെ വാങ്ങി വീട്ടിൽ കൊടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇയാൾ വരുന്നത്. വന്ന് ഇത്തരത്തിലുള്ള സംഭവം നടന്നതിന് ശേഷം ബന്ധുവായ താങ്കൾ ഈ സംഭവവുമായി അവരുമായി ബന്ധപ്പെട്ടിരുന്നു? അവരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ കൊട്ടാരക്കര നിൽക്കുകയാണ്. നമ്മളൊരു പാർട്ടിയുടെ സമരാഗ്നിയുടെ പരിപാടിയായിട്ട് കൊട്ടാരക്കര നിൽക്കുമ്പോൾ എന്നെ ദുബൈയിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു. അവിടെ ഒരാൾ ഇതേപോലെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഒരു പിടിയും കിട്ടിയില്ല. അന്നേരം എൻ്റെ ജ്യേഷ്ഠൻ വിളിച്ചിടെ ഇന്ന ആൾ മരിച്ചുപോയി, 2 പേരും മരിച്ചുപോയി. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ആ സമയത്ത് സംഭവ സ്ഥലത്ത് പോയിരുന്നു. സംഭവ സ്ഥലത്ത് പോയപ്പോൾ പോലീസ് ലോക്ക് ചെയ്തിട്ടുണ്ട്, ആരും ബോഡി അകത്തുണ്ട്. പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ അകത്ത് കയറി ഈ ബോഡി കണ്ടപ്പോൾ ഇന്ന് സത്യം പറയാനില്ല, ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത കണ്ടീഷനാണ്. അത്ര വികൃതപരമായ രീതിയിൽ 2 പേരുടെയും വികൃതപരമായ രീതിയിൽ കത്തിക്കരിഞ്ഞ ബോഡി കണ്ട് സത്യം പറയാനല്ലേ, സിബിയെ കൊല്ലണമെന്നും അതിനോടൊപ്പം തനിക്ക് ചാവണമെന്നും ഉറപ്പിച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്തത്. പെട്രോൾ വാങ്ങി ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ആദ്യം ഈ പെണ്ണിൻ്റെ പുറത്ത് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. പെട്രോൾ ഒഴിച്ച് പെണ്ണിൻ്റെ പുറത്ത് തീ അടിച്ചിട്ടാണ് ഇയാൾക്ക് തീ അടിച്ചത്. ബെഡ്റൂമിനകത്താണ്. അതായത് ഇവൻ്റെ ഒരു ഭാഗം കത്തി, അതായത് ഈ ഭാഗം മുഖത്തിൻ്റെ ഒരു ഭാഗം മൊത്തം കരിഞ്ഞു പോയി. ഈ വലത്തെ കൈയും കൊള്ളിയായി ഇങ്ങനെ നിൽക്കുകയാണ്. സ്ത്രീയാണെങ്കിൽ പൂർണ്ണമായി കത്തി അതായത് മാംസപിണ്ഡമായിരിക്കുമായിരുന്നു. അത് കണ്ടാൽ സത്യം പറയാല്ലേ ആർക്കും പേടിയാവും. ആ രീതിയിലാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മരണം ഞാൻ കാണുന്നത്. വഴിവിട്ട ബന്ധവും ഈ സാമ്പത്തിക പ്രശ്നങ്ങളും വഴിവിട്ട ബന്ധമാണ്. വഴിവിട്ട ബന്ധത്തിന് പല കാരണങ്ങളുണ്ട്. ഇനി ഇത് കൂടത്തേ ഉള്ളു, കുറയത്തില്ല. കാരണം
ഞാനും ഒരു പ്രവാസിയായിരുന്നു. ഈ പറയുന്ന ഉദയനും ഒരു പ്രവാസിയാണ്. ഈ പ്രവാസ ലോകത്ത് പോകുന്ന എന്തിനാ? നാട്ടിൽ അവൻ്റെ ഭാര്യ മക്കളൊക്കെ സുഖമായി ജീവിക്കാനും മക്കളെ നല്ല രീതിയിൽ വളർത്താനും പഠിപ്പിക്കാനുമാണ് പോകുന്നത്. അവിടുത്തെ ഈ ചൂടിലും തണുപ്പിലും ആ പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് ഇവിടെ പൈസ അയച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ അപകടത്തിലോട്ടാണ് പോകുന്നത്. ഇതൊരു പാഠമാണ് പ്രവാസികൾക്ക്. പൈസ നമ്മൾ അയക്കുമ്പോൾ ഈ ഭാര്യയുടെ പേരിൽ ഭാര്യയെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ നിർത്തിവെച്ചിട്ട് ഇന്നത്തെ കാലത്ത് നല്ലൊരു വീടും വെച്ചു കൊടുത്ത് ഒരു പെണ്ണിനെ അവിടെയാക്കി വേറെ ആരും കാണത്തില്ല. സ്വാഭാവികമായിട്ട് ഇത് പല പ്രശ്നങ്ങളും നടക്കും. പൈസ കയ്യിലാവുമ്പോൾ പല പല ബന്ധങ്ങളാവും. ഈ പാവം ഇതൊന്നും അറിയത്തില്ല, ഗൾഫുകാരിതൊന്നും അറിയത്തില്ല. ഇനിയുള്ള കാലത്തായാലും ശരിയാണ്, ഒന്നുകിൽ നമ്മളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ടേ ഗൾഫിൽ പോകാവൂ. ഒറ്റയ്ക്കൊരു വീട്ടിൽ ഒരു പെണ്ണിനെ ഒരു വലിയ വീട്ടിലും ആക്കിയിട്ട് ഒരു പ്രവാസിയും പോകില്ലെന്നാണ് എൻ്റെ അഭിപ്രായം.